ഹലോ ഹായ് നമസ്കാരം. നമ്മൾ മലയാള ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സ്ത്രീപക്ഷ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന ഈവൻ ഒരു രസമുള്ളൊരു സിനിമയാണെങ്കിലും അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരുമ്പോൾ സ്ത്രീകളെ, അവരുടെ മാനസികാവസ്ഥകളെ ഒക്കെ കൃത്യമായി മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ കൂടുതലായി സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ സിനിമകൾ മാത്രമല്ല, വെബ് സീരീസും ഷോർട്ട് ഫിലിംസും ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന അത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആണധികാരത്തിൻ്റെ ഈ ലോകത്ത് ഒരു പെണ്ണ് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെ, ബുദ്ധിമുട്ടുകളെ വിമർശനാത്മകമായി വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ച സിനിമകളും വെബ് സീരീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ഉണ്ടാവുമ്പോഴും ഒരു പുരുഷന്റെ പക്ഷത്ത് നിന്നുള്ള ചിന്ത നമുക്ക് ആവശ്യമില്ല എന്നൊരർത്ഥം അതിന് വരുന്നുണ്ടോ? ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സിനിമ ഡിസ്നി അല്ലല്ലോ, ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ വെബ് സീരീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ 6 എപ്പിസോഡുകൾ ഏകദേശം 30 മിനിറ്റോളം വരുന്ന ഒരു 3 മണിക്കൂർ സിനിമയായി തിയേറ്ററിൽ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാവുന്ന ഒരു ഗംഭീര ഷോർട്ട് ഫിലിമിൽ ഒരു 20-30 മിനിറ്റിൽ കൊണ്ടുവരുമായിരുന്ന ആ ഒരു ഫീല്, ഞാൻ പറയുന്ന ഫീല് മാത്രമാണ്, കഥ മുഴുവനായിട്ട് ഇതിൽ കൊണ്ടുവരായിരുന്നു എന്നല്ല, പക്ഷേ ആ ഒരു ഫീലിലേക്കൊന്നും എത്താതെ വളരെ ആവറേജ് ആയി പോയ, എന്നാൽ ചില അഭിനേതാക്കളുടെ മികച്ച പ്രകടനങ്ങൾ ഒരുപാടില്ലെങ്കിലും ചില നല്ല നിമിഷങ്ങൾ ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണിത്. വിഷ്ണു ജി രാഘവ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ വെബ് സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് നീരജ് മാധവ്, ഗൗരിജി കിഷൻ ആൻഡ് അജു വർഗീസ്, പിന്നെ വേറെയും ഒരുപാട് താരങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിലെ അച്ഛന്മാരും അമ്മമാരും അമ്മായിമാരും ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇവരൊക്കെ തന്നെയും വളരെ ഗംഭീരമായി തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതിലെ അച്ഛന്മാരും അമ്മമാരുമാണ്. അവരൊക്കെ ഇതിനു മുമ്പും പല സിനിമകളിലായി മികച്ച വേഷങ്ങൾ, ചെറുതെങ്കിലും മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരിനിയും തിളങ്ങാനുള്ളതുണ്ട്. ഇവരുടെയൊക്കെ പ്രകടന മികവിനെ ഒന്ന് ചൂഷണം ചെയ്യുന്ന സിനിമകളും വെബ് സീരീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ഒരുപാട് ഇറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കിരൺ പീതാംബരൻ, സഹീർ മുഹമ്മദ്, തങ്കം മോഹൻ, മഞ്ജുശ്രീ നായർ, പിന്നെ ഗംഗ മീര, ഇങ്ങനെ കുറച്ച് പേരുകൾ എനിക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. ഇവരെല്ലാവരും വളരെ രസമായിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഈ സിനിമയിലെ, ഈ വെബ് സീരീസിലെ ഒരു ഓൾറൗണ്ടർ ഗംഭീര പ്രകടനം എന്ന് പറയുന്നത് അജു വർഗീസിൻ്റെയാണ്. ആ ക്യാരക്ടർ അതിൽ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതും കൂടി ചേരുമ്പോഴാണ് ഈ പെർഫോമൻസ് ഗംഭീരമായിട്ട് മാറുന്നത്. കാരണം ഇയാളുടെ ഒരു വളരെ റിഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവമാണ്. അതെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചും പഠിക്കാതെ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ്. അത് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് മാറുന്നു എന്നുള്ള രീതിയിൽ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി എന്നാണ് എനിക്ക് അതിൽ ഫീൽ ചെയ്തത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് കൊണ്ട് ആ പോരായ്മയെ വളരെ ഗംഭീരമായിട്ട് മറികടക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസലിമും അജു വർഗീസും ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു റിലേഷൻഷിപ്പും അതിൻ്റെ ഒരു യാത്രയൊക്കെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത്. ആനന്ദ് മന്മഥൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കോൺട്രാക്ടർ കഥാപാത്രമുണ്ട്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരുപാട് കാണും. അതായത് അവർ തട്ടിപ്പ് കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പ് കാണിക്കും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്, അവരത് ചെയ്യും. പക്ഷേ ഈ കളവിൽ വഞ്ചന പാടില്ല എന്ന് പറയുന്നത് പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ നശിച്ചു പോകുന്ന തട്ടിപ്പൊന്നും അവർ ചെയ്യില്ല, കൊച്ചു കൊച്ചു തട്ടിപ്പുകൾ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്കെയിലുണ്ട്. അയാളുടെ പെർഫോമൻസ്, ഈ നോട്ടത്തിലും നടത്തത്തിലും ഒക്കെ ഉണ്ടാവേണ്ട ഒരു കള്ള പരിപാടി, ഇതെല്ലാം കൃത്യമായി തന്നെ ആനന്ദ് മന്മഥൻ പ്രകടനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൗരിജി കിഷൻ ഈ വെബ് സീരീസിൽ അവരേറ്റവും തിളങ്ങുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അവസാന എപ്പിസോഡിലേക്ക് വരുമ്പോഴാണ്. ആ ഒരു പെൺകുട്ടി അവരനുഭവിച്ചു പോന്നിട്ടുള്ള ഇത്രയും വർഷത്തെ ട്രോമ എന്തായിരുന്നു എന്നുള്ളത് അത് വളരെ ഗംഭീരമായിട്ട് തന്നെ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മൊത്തം അറേഞ്ച്മെൻറ്റ് നല്ലതായിരുന്നു. അതിന് തിരക്കഥാർത്ഥം സംവിധായകനുമായ വിഷ്ണുജി രാഘവ് ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ആ ഒരൊറ്റ സീക്വൻസിൽ എനിക്കത് ഭയങ്കര പവർഫുള്ളായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ അങ്ങനത്തെ വളരെ കുറച്ച് മൊമെൻറ്റുകളിൽ ഒതുങ്ങിപ്പോയി ഈ ടോട്ടൽ വെബ് സീരീസ് എന്ന്. കാര്യം നമ്മൾ ഇത്രയും എപ്പിസോഡുകളായിട്ട് കാണുകയല്ലേ, അപ്പോൾ ഓരോ എപ്പിസോഡും വളരെ ക്യാച്ചി ആയിട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് മൊത്തത്തിലൊരു ഗംഭീര അഭിപ്രായം ഫീൽ ചെയ്യുക. അപ്പോൾ ഗൗരി ഗംഭീരമായിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ നീരജ് മാധവ് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഡിയർ ബോയ്സ് എന്ന് പറഞ്ഞ് പറയാൻ തോന്നുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അവസാനത്തേക്ക് വെക്കുകയാണ്. നീരജ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കഥാപാത്രത്തിനെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ എവിടെയൊക്കെയോ, വെബ് സീരീസിൽ എവിടെയൊക്കെയോ ആ ക്യാരക്ടർ ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് വൈകിട്ടാണ്. ആളുകൾ കൂടുതൽ കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വെബ് സീരീസിൻ്റെ ഒരു റിവ്യൂ പറയാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടേഴ്സിൽ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു പാസബിൾ, ജസ്റ്റ് കണ്ടുപോകാവുന്ന ഒന്ന് തന്നെയാണ്. അതിലേക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രകടനങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ സിനിമയിലുണ്ട്, വെബ് സീരീസിലുണ്ട്. തമാശയാണെങ്കിൽ അത്ര ഭയങ്കര തമാശയൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു പ്രവാസി നാട്ടിൽ ഒരു വീട് പണിയുന്നു, ഇത്രയാണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അയാളൊരു റാൻഡം പ്രവാസി നാട്ടിലൊരു വീട് പണിയല്ല, വളരെ ചെറിയ പ്രായം മുതൽ ഒരു വീടില്ലാതിരുന്നതിൻ്റെ, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു വീട് വിറ്റുപോയതിൻ്റെ, അതിൻ്റെ പേരിൽ തൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത്. അതും അയാൾക്ക് വേണ്ടിയിട്ടല്ല, ഇമോഷണലി അയാൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള. ഈ സിനിമയിൽ ഒരു രംഗമൊക്കെ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ അമ്മ കഥാപാത്രം
വന്ന് മകനോട് സംസാരിക്കുന്ന മക്കളെ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ കോൺവെർസേഷനൊക്കെ ഭയങ്കര രസമാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മകന് തന്നോടുള്ള സ്നേഹത്തിന് ഉപയോഗിക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ആ ഒരു എലമെൻറ്റ് അവിടെ നിൽക്കുമ്പോൾ പോലും ഭയങ്കര രസമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അത്തരം ഒരു ഇമോഷൻ ഇയാൾക്ക് ഈ ഒരു വീടിനോടുണ്ട്. ചുമ്മാ ഒരു വീട് പണിയല്ല, നാട്ടിലൊരു വീട് പണിതിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്നാഗ്രഹിക്കുന്ന ഒരു റാൻഡം പ്രവാസി അല്ല ഇതിലെ നായകൻ. പക്ഷേ എവിടെയൊക്കെയോ അതിലേക്ക് വന്ന് വീഴുന്ന പോലെ തോന്നി. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിന് ശേഷമുള്ള ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില പൊളിറ്റിക്കൽ കാര്യങ്ങൾ അവർ ശ്രമിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ എനിക്ക് ഈ പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ലൂസ് ചെയ്ത് കളഞ്ഞ പോലെ തോന്നി. ഈ വെബ് സീരീസ് മുഴുവനായിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ്. ഒരു ഇമോഷൻ അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടു, അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് എപ്പോൾ പ്രണയമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ ആയി എന്ന് പറയുന്ന അത്രയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും വീട് പണിയുടെ ആണെങ്കിലും അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ മതി എന്ന് പറയുന്ന പോലെ നടന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി ചിലയിടങ്ങളിലെങ്കിലും. ആ ഒരു ഭയങ്കര ഒരു ഇമോഷനുണ്ട്. ഒരു വീട് പണിയാൻ ഇറങ്ങിത്തിരിക്കുന്നവൻ്റെ ഒരു സ്ട്രെസ്സുണ്ട്. നമ്മളിപ്പോൾ ഈ മിഥുനവും വരവേൽപ്പും കൂടി ചേരുന്ന ഒരു കഥയാണല്ലേ എന്നതിൻ്റെ ഒരു ട്രെയിലറിൽ അവർ പറയുന്നുണ്ട്. പക്ഷേ മിഥുനത്തിലും വരവേൽപ്പിലും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രഷറുണ്ടല്ലോ, ഇതിനു വേണ്ടി കിടന്ന് ഓടേണ്ടി വരുന്നവൻ്റെ തലക്ക് ഭ്രാന്ത് പിടിച്ച് പോകുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്രയും ഒന്ന് ഡീപ്പായിട്ട് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ചില സിറ്റുവേഷൻസ് വളരെ ഫോഴ്സ്ഡ് ആവുന്ന പോലെ തോന്നി. മാത്രമല്ല ഇതിലെ നായകനും നായികയും കൂടി ജീവിതത്തിൽ എടുക്കുന്ന ഒരു വലിയ തീരുമാനമുണ്ട്. ആ തീരുമാനം അവർക്ക് ഇതിനേക്കാൾ ഈസി ആയിട്ടൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായി തോന്നിയ ഒരു കോൺവെർസേഷൻ ഇവരുടെ പെണ്ണ് കാണൽ, അതുമായി ബന്ധപ്പെട്ട് തെക്കൻ വടക്കൻ കോൺവെർസേഷനൊക്കെ വരുന്ന ഒരു പെണ്ണ് കാണൽ പരിപാടിയുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വൽസും പരിപാടികളൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല. എനിക്കൊരു ഇമോഷണൽ അത്ര അങ്ങോട്ട് ഇൻഡെപ്ത് അത് ഫീൽ ചെയ്തൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വീട്ടിൽ ഹോട്ട്സ്റ്റാർ ഉണ്ട്, അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ടു തീർക്കുക എന്നുള്ളൊരു ലെവലിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വെബ് സീരീസ് മുഴുവനായി കണ്ട ആളുകൾക്ക് മാത്രം കേൾക്കാനുള്ളതും അവർക്ക് മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു വിഷയമാണ്. സോ നിങ്ങൾ ഈ വെബ് സീരീസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മുഴുവൻ കാണുക, അതിനുശേഷം ബാക്കി കാണുന്നതായിരിക്കും നല്ലത്. കട്ട സ്പോയിലറാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഗൗരി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രവും നീരജ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രവും ഇവർ രണ്ടുപേരും കാനഡയിലേക്ക്, ദുബായിൽ നീരജിൻ്റെ ജോലി പോയി, അതിനുശേഷം ഇവർ കാനഡയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആവും എന്നുള്ളതുകൊണ്ടാണ് ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു ദിവസത്തിന് മുമ്പേ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അന്നേ ദിവസം ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഗൗരിയുടെ ക്യാരക്ടർ അച്ഛനുമായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുകയും, അതായത് ഇനി അങ്ങോട്ട് എന്ത് എന്ന് പറയുന്ന പോലത്തെ അതായത് വീട്ടുകാരെ മുഴുവൻ ഉപേക്ഷിച്ച് ഇറങ്ങി വരിക എന്ന് പറയുന്ന പോലെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീക്വൻസിലാണ് ഗൗരിയുടെ ക്യാരക്ടർ ഇറങ്ങി വരുന്നതും ഈ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുന്നതും. ആ സമയത്ത് നമ്മുടെ നായകൻ്റെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർക്കാർ ഓഫീസിൽ കൂടി കയറിയിട്ട് വരാം, കുറച്ച് സമയമല്ലേ എടുക്കുള്ളൂ, ജസ്റ്റ് അവിടം വരെ പോയിട്ട് അതൊന്ന് തീർത്തിട്ട് വരാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവുകയാണ്. കാരണം അവിടെ പിണങ്ങിപ്പോയിരിക്കുന്ന ഓഫീസർ എന്ന് പറയുന്നത് അവരൊരു സൈനിട്ട് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട് പണിയുടെ കാര്യം മൊത്തത്തിൽ ഭയങ്കര ലാഗാവും. അപ്പോൾ അത് ഇപ്പോഴേ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് കോൺട്രാക്ടറിൻ്റെയും കൂടി ഒരു നിർബന്ധത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ആ ഓഫീസിലേക്ക് പോകുന്നു. കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെയൊക്കെ കാര്യം നമുക്കറിയാം, നല്ല വലിച്ചിലാണ്. പ്രത്യേകിച്ച് നമ്മളെ വലിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥയോ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇരുന്ന് വലിഞ്ഞു പോകും. പക്ഷേ ആ സിറ്റുവേഷനെ ഒരു തരത്തിൽ ടാക്കിൾ ചെയ്ത് പ്രശ്നങ്ങൾ ഒരുവിധം സോൾവ് ആക്കിയിട്ട് ഇയാൾ വളരെ വേഗത്തിൽ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിലും സമയം കഴിഞ്ഞു പോയി. പക്ഷേ നമ്മുടെ അജു വർഗീസിൻ്റെ ക്യാരക്ടർ, ആൻ സലീമിൻ്റെ ക്യാരക്ടർ ഇവരൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് സമയം കൂടി ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കയറാൻ പോകുമ്പോൾ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അവിടെയൊക്കെ ഒരു ഇഷ്കിൻ്റെ സ്വാധീനം പോലെ, ഇഷ്കെന്ന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആ സിനിമയിൽ നിന്ന് എടുത്തു എന്നുള്ള രീതിയിലല്ല പറയുന്നത്, അവൾ എന്തിന് ഇങ്ങനൊരു ആളെ കല്യാണം കഴിക്കണം, അവളെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത ഒരാളെ എന്തിന് വിവാഹം കഴിക്കണം എന്ന് പറയുന്നൊരു ചോദ്യമാണ് ഗൗരിയുടെ ക്യാരക്ടർ ചോദിക്കുന്നത്. അപ്പോൾ നീരജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആ വഴി അങ്ങനെ പോയിട്ട് വന്നിട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യമാണ്. ആൻഡ് ഈ വിവാഹം നടക്കില്ല, നിനക്ക് എന്നേക്കാൾ വലുത് വീട് പണിയാണ് എന്നുള്ള ഒരു ഡയലോഗൊക്കെ പറഞ്ഞതിന് ശേഷം ഗൗരിയുടെ ക്യാരക്ടർ പോവുകയാണ്. അവർ ദുബായിലേക്ക് പോകുന്നു. അതിനുശേഷം വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നീരജിൻ്റെ ക്യാരക്ടർ അവിടെ ചെന്ന് സോറി പറഞ്ഞ് നമുക്ക് രണ്ടാമത് ട്രൈ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരിക്കലും ഗൗരിയുടെ ക്യാരക്ടർ ഞാനൊരു തീരുമാനം എടുത്ത് കുറച്ച് ഫാസ്റ്റായിപ്പോയി, കുറച്ചും കൂടി ചിന്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ നമുക്കത് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നല്ലോ എന്ന് പറയുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമുക്ക് ഗൗരിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കാം. അച്ഛൻ വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അയാളുടെ ഈ ആണധികാരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭയങ്കര ടഫാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയൊരു കുട്ടിയാണ്, അതായത് വീട്ടിൽ നിന്ന് ദുബായിലേക്ക് രക്ഷപ്പെട്ടു പോയൊരു കുട്ടിയാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ചെന്ന് അവൾ അധികം സൗഹൃദങ്ങളെക്കുറിച്ചോ ഒരുപാട് പരിപാടികളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അവളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് കൂൾ ആൻഡ് കാമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ആ സമയത്താണ് നീരജിൻ്റെ ക്യാരക്ടർ വരുന്നതും പ്രണയം ഉണ്ടാകുന്നതും. അതിനുശേഷം നാട്ടിലേക്ക് വരുന്നു. ഇവർ തമ്മിൽ ബേസിക്കലി ഉണ്ടായിരുന്നിരിക്കേണ്ട
ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് നീരജ് മാധവിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഈ വീടെന്ന് പറയുന്നത് അയാളുടെയും കൂടി ചൈൽഡ്ഹുഡ് ട്രോമയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അത്രയും ഇമോഷണൽ ബോണ്ടിങ് അവിടെ ഉള്ളതാണ്. അതിൻ്റെ ഒരു ഏകദേശ ധാരണ ഈ ക്യാരക്ടറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇവർ സ്വർണം കൊടുക്കുന്നതും അത് പണയം വെക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. പക്ഷേ അങ്ങനെ ഒരു കഥാപാത്രം ഇപ്പോൾ ഗൗരിയുടെ ക്യാരക്ടർ ഇനി വീട്ടിലേക്ക് തിരിച്ച് പോവണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കും. നീരജ് മാധവ് വന്നു, പക്ഷെ അവർക്ക് ഒപ്പിടാൻ സാധിച്ചില്ല എന്നും വിചാരിക്കും. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാം, നാളെ രാവിലെ തന്നെ നമുക്ക് ഒപ്പിട്ട് കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് അങ്ങനെ ഫോർവേഡ് ചെയ്യാം, പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാം, നമുക്ക് ഡ്രസ്സ് പുറത്തുനിന്ന് വാങ്ങിക്കാം എന്നൊക്കെയുള്ള ഇതൊരു സൊല്യൂഷനാണല്ലോ. ഇത് രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ. രണ്ടു പേർക്കും വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഗൗരിക്ക് ചിലപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പാസ്പോർട്ടും മറ്റു സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റാതിരുന്നൊരു സാഹചര്യമായിരുന്നെങ്കിലോ, നീരജ് മാധവിന് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിലോ, ഇത് എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. നമ്മൾ വളരെ ഹൈ റിസ്ക് ഉള്ള എന്നാൽ പിന്നത്തേക്ക് വെച്ചാലും വലിയ കുഴപ്പമില്ലാത്ത, അതായത് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത പോലത്തെ ഒരു കാര്യത്തിന് എന്തിന് ഇത്രയും കർക്കശമായ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഗൗരിയുടെ ക്യാരക്ടർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രൈമറി ഫേസിൽ നിൽക്കുകയാണ്. വളരെയധികം ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ച ഒരാൾ, അവർ ഹീലായിട്ടില്ല. നമുക്ക് ബാക്കിയുള്ളവരോട് സാരമില്ല പോട്ടെ എന്നൊക്കെ വെച്ച് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മളോട് മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം. നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റണം, നമ്മൾ ഹീൽഡ് ആവണം. അങ്ങനെ ആയിട്ടില്ലാത്തൊരു പെൺകുട്ടിയാണ്. അവിടെ അതിർത്തികളും അതിർവരമ്പുകളും ഒന്നും വെക്കാതെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളോടാണ് അവൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അതിനുശേഷം വീടാണോ ഞാനാണോ വലുത് എന്ന് പറയുന്ന ഒരു ഫൈറ്റിലേക്കാണ് ഈ കുട്ടി കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആ വീട്ടിൽ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടി ഓടി രക്ഷപ്പെട്ടതാണ്. അവിടെ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അവന് വീടാണോ ഞാനാണോ വലുത് എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഇത് ഈ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. കാര്യം അച്ഛൻ്റെ വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ നിൽക്കുക, അത് നിന്ന് പറഞ്ഞ് സോൾവ് ആക്കി അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നില്ല, ജസ്റ്റ് റണ്ണിങ് ആണ്. ചില ആളുകൾ ഒരു പ്രായം വരെ ഓടിക്കൊണ്ടിരിക്കും. ഇത് ആ കുട്ടിയുടെ തെറ്റല്ല, ഈ ഗൗരി അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ തെറ്റായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയും അതിൽ നിന്ന് ഹീലാവാത്തതിൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷനാണ് ഇവരുടെ ഈ ഒരു ക്യാരക്ടറിൽ കാണുന്നത്. അങ്ങനെ ഓടുന്ന പെൺകുട്ടികളെ പിടിച്ചു നിർത്തി സെറ്റിൽ ചെയ്യാൻ നോക്കുന്നത് ഒരു നല്ല കാര്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. അവൾക്ക് ഈ റിലേഷൻഷിപ്പിൽ അവൾ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടെത്തുന്നു, ഇത് വേണ്ടാന്ന് വെക്കുന്നു. നാളെ അവൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ വേറെയും ചില ജീവിതാനുഭവങ്ങൾ അവളെ തേടിയെത്താം, വേറെ നാടുകളിലേക്ക് പോകാം, മനുഷ്യരെ കാണാം, ജീവിതങ്ങൾ അറിയാം. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറേ ചിന്തകളുടെ ഭാഗമായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അവൾക്ക് തന്നെ തോന്നിയേക്കാം ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവൻ ഒരിക്കലും തന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടെടുത്ത, അല്ലെങ്കിൽ തന്നേക്കാൾ വലുത് വീട് എന്നുള്ള രീതിയിൽ എടുത്തതല്ല. അവൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണത്, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വേദനയാണത്. അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചില ആൾക്കാരോടൊപ്പം നിന്ന് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ ആ സമയത്തും തന്നെ പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു വാശിയിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അതിന് തെറ്റാണെന്ന് അപ്പോഴും ഞാൻ പറയുന്നില്ല. അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ അതിന് അനുവദിച്ചേക്കുക. അവരുടെ പുറകെ നടന്ന് വരൂ സെറ്റിലാവാം. ഇപ്പോൾ നീരജ് മാധവ് അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ അയാൾ സെറ്റിലാവുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വീട് പണിത് കഴിഞ്ഞ് സെറ്റിലാവാമെന്നല്ല, ജീവിതത്തിൽ സെറ്റിലാവുന്ന ഒരു സ്പേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അയാളുടെ പ്രയോറിറ്റീസ് നോക്കൂ. അയാൾക്ക് ഈ പെൺകുട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയും അച്ഛനും അവരുടെ സന്തോഷവും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യം നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് അയാളുടെ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. അയാളുടെ ജോലി, ജീവിതം, ഇതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് മിഥുനം എന്ന് പറയുന്ന സിനിമയിലെ ഉർവശിയുടെ കഥാപാത്രത്തിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോകാത്തൊരു ക്യാരക്ടറായി ഗൗരിയുടെ ക്യാരക്ടർ എനിക്ക് ഫീൽ ചെയ്തു എന്നാണ്. എൻ്റെ കാര്യം എന്നെ പ്രയോറിറ്റൈസ് ചെയ്യൂ എന്ന് പറയുന്ന അത് ചിലപ്പോൾ ഒരു പുരുഷൻ തന്നെ എഴുതി ഉണ്ടാക്കുന്നത് കൂടി കൊണ്ടാവാം. ചിലപ്പോൾ ഒരു 4-5 വർഷത്തിന് ശേഷം, ചിലപ്പോൾ ഒരു 8-10 വർഷത്തിന് ശേഷം ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഹീലായതിനു ശേഷം അവർ കുറേയും കൂടി ഓപ്പണായി ചിന്തിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നീരജ് മാധവിൻ്റെ ക്യാരക്ടർ വന്ന് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ മാപ്പ് കൊടുക്കാൻ പറ്റും. ഗൗരിയുടെ ക്യാരക്ടർ അങ്ങോട്ട് ചെന്ന് എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്ന മാപ്പ് പറച്ചിൻ്റെയും ആവശ്യം അവിടെ ഇല്ല. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടിയിരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ ഇടം വല്ലം തിരിയാൻ വിടൂല. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. കാമുകൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, മരുന്ന് വാങ്ങാൻ പോകണം, ഭയങ്കര അത്യാവശ്യമുള്ളതൊന്നുമല്ല, മറ്റേ ഡോളോയോ ക്രോസിനോ അങ്ങനെ എന്തോ വാങ്ങിക്കാനാണ്. അപ്പോൾ കാമുകി പറഞ്ഞു, നീ ഇപ്പോൾ പോകണ്ട, എന്നോട് സംസാരിച്ചിരിക്കും. അപ്പോൾ അവന് പോയിട്ട് ഇത് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെയല്ല, നീ എൻ്റെ കൂടെ ഇരിക്കും, നീ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ നിന്നോട് പറയാൻ പോയി വാങ്ങിക്കാൻ, എന്നിട്ട് വാങ്ങിച്ചാൽ മതി. അതായത് ഞാൻ എന്നെ എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിലേക്ക് തിരിയാണ്. അതൊരിക്കലും തെറ്റൊന്നുമല്ല. നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ
പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ആളുകളാണ്. പക്ഷേ ആ ഒരു പ്രയോറിറ്റൈസിങ് പരിപാടി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ട, ഇൻവോൾവ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ നീരജ് മാധവ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിനും അയാളുടേതായ ട്രോമാസ് ഉണ്ട്. അവിടെ സൊല്യൂഷൻസ് വേറെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ആ ട്രോമയ്ക്ക് അല്ലെങ്കിൽ നീരജ് മാധവിൻ്റെ ക്യാരക്ടർ അനുഭവിച്ച ആ പ്രശ്നത്തിന് അതിനൊരു ഇമ്പോർട്ടൻസ് എഴുത്തുകാരൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നീരജ് അവിടെ പോയി മാപ്പ് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇനിയും ഒരു അവസരം തന്നൂടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ആ പെൺകുട്ടി അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ ടാക്കിൾ ചെയ്ത് അയാൾ ടയർഡായി ഓടി വരുന്ന സമയത്തും ഒപ്പം നിൽക്കുക എന്നുള്ളതല്ല, ഈ പറയുന്നത് കേൾക്കാൻ പോലും ഒരു സാഹചര്യം കാണിക്കുന്നില്ല, ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെയാണ് വിശ്വസിച്ച് ജീവിതത്തിൽ കൂടെ കൂട്ടുക? പലപ്പോഴും പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് എത്രയധികം റെഡ് ഫ്ലാഗ്സ് കണ്ടു കഴിഞ്ഞാലും ഇഷ്ടമാണ്, സ്നേഹമാണ്, ആത്മാർത്ഥതയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ വീണ്ടും പോവുകയാണ്. ഈ പെൺകുട്ടി ഷീ വിൽ കീപ്പ് ഓൺ റണ്ണിങ്, അവൾ ഹീലാവുന്നത് വരെ. അതൊരു തെറ്റല്ല, ഒരിക്കലും ഞാൻ ആ ക്യാരക്ടറിൻ്റെ തെറ്റായിട്ട് പറയല്ല, പെൺകുട്ടികളെ മോശമായിട്ട് പറയല്ല. പക്ഷേ ആ ക്യാരക്ടർ, അവരുടെ ഒരു ക്യാരക്ടർ ട്രേറ്റ് എന്ന് പറയുന്നത് അവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ആളാണ്. അവരെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത സാഹചര്യങ്ങളിലൊന്നും നിൽക്കാൻ അവർക്ക് പറ്റില്ല. ആ സിറ്റുവേഷനെ മനസ്സിലാക്കാനോ തിരിച്ച് പ്രതികരിച്ച് അത് നേടിയെടുക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല. അവർ ഓടുകയാണ്. അവർ ഓടാതെ പിടിച്ചു നിന്ന് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന ഒരു സമയം വരും. അതിനവർക്ക് സമയം ആവശ്യമാണ്, കൂടുതൽ ജീവിതാനുഭവങ്ങൾ ആവശ്യമാണ്. പ്രായമാവുമ്പോൾ മറ്റേ പക്വത വരും എന്ന് പറയുന്ന ഡയലോഗല്ല ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് അതൊരു 1 വർഷത്തിനുള്ളിൽ സംഭവിക്കും, ചിലർക്ക് 10 വർഷം എടുക്കും, ചിലർക്ക് 50 വയസ്സായാലും അതുണ്ടായിന്ന് വരില്ല. പക്ഷേ കുറേയും കൂടി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടിയിരുന്നത് നീരജ് മാധവിനായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾ അത്രയും സ്ട്രഗിൾ ചെയ്തൊരു സിറ്റുവേഷനിൽ വന്നപ്പോൾ കൂടെ വന്നിട്ടില്ല ഈ കുട്ടി. പിന്നെയും അയാൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? മാത്രമല്ല ഇത് അയാളുടെ മാത്രം ഒരു തെറ്റല്ലല്ലോ. ഇപ്പോൾ വീട് പണിയാണ് അയാളുടെ പ്രയോറിറ്റി എങ്കിൽ നിലവിൽ കയ്യിലിരിക്കുന്ന കുറച്ച് പൈസ വെച്ചിട്ട് ആ വീട് പണി ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം നാട്ടിൽ കുറച്ച് നാൾ നിൽക്കാം, എന്നിട്ട് പുറത്തേക്ക് ട്രൈ ചെയ്യാം എന്ന് പറയുന്ന ഈസി ആൻഡ് സിമ്പിൾ സൊല്യൂഷൻ അയാളുടെ മുന്നിലുണ്ട്. അയാൾ ഈ പെൺകുട്ടിയോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അയാളുടെ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ അയാൾ ഇത്രയും ഓട്ടം ഓടുന്നത്. ശരിയാണ്, ആ കുട്ടി വീട്ടിൽ നിന്ന് അത്രയും വഴക്കൊക്കെ ഇട്ട് ഇനി എന്ത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യചിഹ്നവുമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവനും വരണ്ടേ? അതെന്ത് ചോദ്യമാണത്? അവർക്കെല്ലാം ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് കരുതി മറ്റേ ആളും എല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ ആത്മാർത്ഥത ടാലി ആവുള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്ത അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ പോട്ടെ, എക്സും വൈയും ഒരു റിലേഷൻഷിപ്പിലാണ്. എക്സിന് വൈയെയും വൈക്ക് എക്സിനെയും വളരെ ഇഷ്ടമാണ്. പക്ഷേ ഏത് സിറ്റുവേഷൻ എടുത്താലും എന്ത് കണ്ടീഷൻ എടുത്താലും എക്സിന് വൈയും വൈക്ക് എക്സും മാത്രമാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒന്നും ഇരുവരും അംഗീകരിക്കില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിനോ അവർ തമ്മിൽ സ്നേഹമുണ്ടെന്ന് പറയുന്നതിനോ എന്താർത്ഥമാണുള്ളത്? സാഹചര്യങ്ങൾ മാറി വന്നേക്കാം. ഈ കൈവിട്ട് കളയാന്ന് പറയുന്ന ആ പരിപാടിയൊന്നുമല്ലല്ലോ. മാത്രമല്ല ഇയാൾ സെറ്റിൽ ആവേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിയ ആളാണ്. അയാൾ ആ സ്റ്റേജിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിലേക്കാണ് പോവേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആവാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിതിങ്ങനെ ഇതുപോലെ സിനിമകളിലും സീരീസുകളിലും ഷോർട്ട് ഫിലിംസിലൊക്കെ കണ്ട് ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കുന്ന സമയത്ത് ചില റിലേഷൻഷിപ്പുകൾ നമ്മൾ പോട്ടെ ലെറ്റ് ദം ഗോ എന്ന് പറയുന്ന ഒരു സാധനം സ്വീകരിക്കാനും റെഡി ആയിരിക്കണം. എനിക്ക് ഫീൽ ചെയ്തത് ഗൗരിയുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, അവരെ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര കാര്യമല്ലേ, അവർ പറയുന്നത് ശരിയല്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആ പുരുഷ കഥാപാത്രത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അയാൾ കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, അയാളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ ആരും ചോദിച്ചില്ല. ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അപ്പോളജൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ബേസിക് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ശരി, സംഭവിച്ച മുഴുവൻ എൻ്റെ തെറ്റാണ്, നീ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് എല്ലാ തെറ്റും അങ്ങോട്ട് ഏറ്റെടുക്കുന്നത് അത് അയാൾക്ക് നല്ലതല്ല. പലരും ഈ മിസ്റ്റേക്കും കാണിക്കാറുണ്ട്, എൻ്റെ തെറ്റാണ്, ഓക്കെ ഐ എം സോറി എന്ന് പറഞ്ഞ് ഈ സാധനം മുഴുവൻ എടുത്തു പോകുക. ഇതൊക്കെ ഒരു ട്രോമ പോലെ ഇങ്ങനെ ഉള്ളിൽ കിടക്കും. കുറേ നാൾ കഴിയുമ്പോൾ ആങ്സൈറ്റി ആയും ഡിപ്രഷനായും ഒക്കെ ഇത് പുറത്തേക്ക് വരും. ഉസൈൻ ബോൾട്ടും ഒച്ചും തമ്മിൽ കല്യാണം കഴിക്കുന്ന പോലെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർക്കാവാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അവർ കല്യാണം കഴിച്ചു, കാനഡയ്ക്ക് പോയി എന്ന് വിചാരിക്കും. അവിടെ ചെല്ലുന്ന സമയത്തും എന്തെങ്കിലും ഇവൻറ്റുകൾ ഉണ്ടാവും, എന്തെങ്കിലും യാത്രകൾ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോഴും എന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഐ ആം ദി ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതല്ലാത്ത ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെയും ഈ വീണ്ടും ഓടിപ്പോകലുകളുണ്ടാവും. നിന്ന് ഫേസ് ചെയ്യാമെന്ന് പറയുന്നത് അത് പതുക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണ്. എല്ലാ ആൾക്കാരും ജീവിതത്തിൽ കുറച്ച് സമയമെടുത്ത് മനസ്സിലാക്കി പഠിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈ 2 ക്യാരക്ടേഴ്സ് അതിനെ ഡീൽ ചെയ്തിരിക്കുന്ന രീതി, ഇത് കൊണ്ട് എത്തിച്ചിരിക്കുന്ന ആ ഒരു ക്ലൈമാക്സ്, അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രേമത്തിൽ ആത്മാർത്ഥത വെളിവാക്കൽ എന്ന് പറയുന്ന കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മളിത് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇവരാണ് ഫസ്റ്റ്, ഇവരാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ് പ്രൂവ് ചെയ്യണം, പ്രവർത്തിച്ച് പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ ഓടി എത്തണം, അവൾ പോയാൽ അവളുടെ പുറകെ പോയി അവൻ മാപ്പ് പറഞ്ഞ് അവളെ തിരിച്ച് വീണ്ടെടുക്കണം. അങ്ങനെ വരുമ്പോഴേ അത് ആത്മാർത്ഥ പ്രേമമാവുന്നുള്ളൂ എന്ന് പറയുന്നൊരു ചിന്തയും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ശരിയാണ്,
അവൾക്കതൊന്ന് വർക്കാവില്ല എന്ന് തോന്നി. അവൾ അവളുടെ ഇഷ്ടത്തിന് പോട്ടെ. നാളെ അവർക്ക് ഇരുവർക്കും എപ്പോഴെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ തെറ്റാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ആ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാനാണ് പറ്റിയത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോർട്ട് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് അങ്ങനെ സംസാരിച്ച് തീർത്തോടെ എന്ന് പറയുന്ന ഒരു പക്വമായ ഡീലിംഗ് ഉണ്ടല്ലോ. ഇത് ഗൗരി എന്ന് പറയുന്ന ഒരു കുട്ടി പിണങ്ങിപ്പോയി ആ കുട്ടിയുടെ അടുത്ത് സോറി പറഞ്ഞ് വാ 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 പ്ലീസ് എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുന്നൊരു കുറച്ചുകൂടി മുതിർന്ന ഒരു പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു ആംഗിളിലൊക്കെ ആയി പോകുന്നുണ്ട്. അത് ഓടുന്നവരും ഓടിപ്പോണവരും ഒക്കെ പോട്ടേന്നേ. നാളെ ഓടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓടുന്നതിനേക്കാൾ മികച്ച ചില മാർഗ്ഗങ്ങളുണ്ടെന്ന് അവർ തിരിച്ചറിയും. അവരതിന് വിടുക. നമ്മൾ വിടൂല. നമുക്ക് ആത്മാർത്ഥ പ്രേമത്തിൽ നമ്മൾ വിട്ട് കൊടുക്കൂല. മാൻ പുറകെ നടന്ന് യെസ് പറയിപ്പിക്കും, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞോ കാല് പിടിച്ചോ തിരിച്ചു കൊണ്ടുവരും. എന്തിനാണ്? എനിവേ, ഇതൊക്കെ സംവിധായകൻ്റെ എഴുത്തുകാരുടെയൊക്കെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നില്ല. പക്ഷേ തുടർച്ചയായുള്ള അവതരണങ്ങളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ തീർത്ത് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു വരുന്ന നായകനോട് പോടാ പുല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു സിമിലർ ക്ലൈമാക്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇഷ്ക് എന്ന് പറയുന്ന സിനിമയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഗൗരിയുടെ ക്യാരക്ടർ അങ്ങനെ ഒരു റിയാക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഈ വിവാഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഇഷ്കിലെ പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ രാത്രിയുടെ എല്ലാ പ്രശ്നങ്ങളെയും അനുഭവിച്ചത് അവളും കൂടി ചേർന്നുകൊണ്ടാണ്. അവിടെ നിറവേറ്റപ്പെടേണ്ടിയിരുന്ന പ്രതികാരം എന്ന് പറയുന്നത് അവളുടേത് കൂടിയായിരുന്നു. അവൻ സ്വന്തമാക്കി വെച്ചിരുന്ന ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം തന്നെ നോക്കി കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടി പോടാ പുല്ലേ എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ന്യായീകരണങ്ങളുണ്ട്. അത് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടേക്ക് വരുമ്പോൾ ഇവൻ ഓടി ഉണ്ടാക്കിയത് മുഴുവൻ അവനും അവൾക്കും കൂടി ഉള്ളതാണ്. അതിൽ അന്നേ ദിവസം തന്നെ ചെയ്തു തീർക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം ഉൾപ്പെടുന്നുണ്ട്. ഇതിലെവിടെ പോലും ഈ സ്നേഹത്തിൻ്റെ അളവ് അളന്ന് നോക്കേണ്ട, നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. ശരിയാണ്, അവൾക്ക് പറയാനുള്ളതുണ്ട്, അവളുടെ ഇഷ്ടമുണ്ട്, അവൾക്ക് കല്യാണം കഴിക്കേണ്ടെന്ന് തോന്നി, തീർച്ചയായും അവൾക്ക് അങ്ങനെ തീരുമാനം എടുക്കാം. സോ ഇതിൻ്റെ ഒന്നും കാരണം പോലും ബോധിപ്പിക്കേണ്ട. എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞ് വേണേൽ കളഞ്ഞിട്ട് പോവാം. പക്ഷേ വീണ്ടും തെറ്റ് നീരജ് മാധവിൻ്റെ ക്യാരക്ടറിൻ്റെ മുകളിലാണ് എന്നുള്ള രീതിയിൽ സിനിമ അത് വെബ് സീരീസ് അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് എനിക്കത് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നീരജ് മാധവിൻ്റെ ക്യാരക്ടർ ആ സർക്കാർ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൗരി ഫോൺ വാങ്ങിച്ചിട്ട് പറയാണ്, എടാ ഇവിടെ ഇപ്പോൾ സമയം കഴിയുമെന്നാണ് തോന്നുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ആക്കാം, ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാം കഴിയേണ്ടി വരും, കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത്ര നല്ല അവസ്ഥയിലല്ല. നീരജിൻ്റെ ക്യാരക്ടർ പറയാണ്, എടോ ഞാൻ വേഗം വരാം, ഈ കാര്യങ്ങളൊക്കെ തീർക്കാം, നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ ചെയ്യാം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ഈ ഒരു സമാധാനത്തോടുള്ള കോൺവെർസേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നീരജ് മാധവ് ഡോക്യുമെൻറ്റ്സ് മുഴുവൻ എടുത്ത് ഈ സർക്കാർ ഓഫീസിലേക്ക് എത്തിച്ചേരുന്നു, ഗൗരിയുടെ ക്യാരക്ടറിന് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ നീരജ് വിളിച്ചിട്ട്, നിനക്ക് ഞാനാണോ വലുത്, നിൻ്റെ അച്ഛനാണോ വലുത്, നീ ഇപ്പോൾ തീരുമാനിക്കണം, ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വണ്ടി വിളിച്ച് പോവാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നും. നമ്മൾ പല കാര്യങ്ങളിലും ഈ റോൾസൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഒരു ജെൻഡറിനോട് നീതി പുലർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ന്യായം കണ്ടെത്താൻ വേണ്ടി മറ്റൊന്നിനെ എവിടെയോ താഴ്ത്തി തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊന്നിനെ പരിഗണിക്കാതാവുന്നുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തു. ജസ്റ്റ് അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്. നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ട ആളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നു ഒരു ചർച്ച ആവശ്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.